വർക്കലയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഈ റെൻ്റ് വാഹനങ്ങളും ടാക്സികളും തമ്മിലാണ്. കാര്യം ഈ ടാക്സി വാഹനങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ഈ റെൻ്റ് സംവിധാനങ്ങൾ വളർന്നുപോയി. സ്കൂട്ടറുകൾ, കാറ് ഇതെല്ലാം വാടകയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ആട്ടോയ്ക്ക് ഓട്ടോ ഇല്ല, ടാക്സിക്ക് ഓട്ടോ ഇല്ല. പരാതി ഒരുപാടെടുത്ത് പരാതി പറഞ്ഞു, RTO എടുത്ത് പരാതി പറഞ്ഞു, പോലീസിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു. പരാതി കൊടുക്കാൻ പറ്റിയ സ്ഥലങ്ങളെല്ലാം പരാതി കൊടുത്തു, നടന്നില്ല. അവസാനം തൊഴിലാളികൾ തന്നെ നേരിട്ടിറങ്ങി വണ്ടി തടയുകയും റോഡ് ഉപരോധവും ധർണയും ഇതൊക്കെ ആയിട്ട് പോവുകയാണ്. അതിൽ പങ്കെടുത്തവർക്കെതിരെ കേസൊക്കെ ആയി, ലൈസൻസ് എന്തൊക്കെയായി, വിഷയങ്ങളായി. ഞാനിതിനകത്തൊന്നും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാത്തിലും ഉണ്ട്. പക്ഷേ ഞാൻ വേറൊരു ചിന്തയുടെ പാതയിലാണിപ്പോൾ. കാരണം എനിക്ക് പറയാനുള്ളത് സർക്കാരിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഈ പരിപാടി അങ്ങ് മതിയാക്കണം. എന്താ വെച്ചാൽ ഈ ടാക്സി എന്ന് പറയുന്നൊരു സാധനം, ഒന്നാമത്തെ കാര്യം അതൊരു വേർതിരിവാണ്, വെള്ളയും മഞ്ഞയും. ഈ വാഹനങ്ങൾക്ക് മറ്റേ വെളുത്ത ബോർഡ് ഉള്ള വാഹനങ്ങളെക്കാളും ടാക്സികൾക്ക് ഇൻഷുറൻസിൻ്റെ റേറ്റ് കൂടുതലാണ്, ടാക്സിൻ്റെ വ്യത്യാസമുണ്ട്, പെർമിറ്റിന് പൈസയാകും. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ GPS ഉണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വർഷത്തിൽ ഒരു ദിവസം കുളിപ്പിച്ച് ഒരുക്കി അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണം. ഒരു ദിവസം രാവിലെ കൊണ്ടുപോയാൽ വൈകുന്നേരം ടെസ്റ്റ് പാസ്സായി വരൂ. പെയിൻ്റ് അടിക്കണം, എൻജിൻ്റെ പണി ചെയ്യണം, കെടുക്കരുത്, ബ്രേക്ക്, ലൈറ്റ്, ചപ്പ് ചവറ് എന്തൊക്കെ മാറ്റാണ്ടോ അതെല്ലാം മാറ്റി ഒരു പുത്തൻ വണ്ടിയായിട്ട് വേണം ഒരു വർഷാവർഷം കൊണ്ടുവന്ന് നിർത്താൻ. എന്നാലേ അവർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതെല്ലാം പോരാഞ്ഞിട്ട് ടാക്സി വാഹനങ്ങൾക്ക് റീസെയിൽ വാല്യൂവും കുറവാണ്. ഇത് ഓടിക്കുന്നവന്മാർക്ക് സമൂഹത്തിലും വിലയില്ല, കുടുംബത്തിലും വിലയില്ല, ഒരിടത്തും വിലയില്ല. അപ്പോൾ സർക്കാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാം ഒരൊറ്റ വാഹനം, എല്ലാവർക്കും തുല്യ നിയമം. ആ വാഹനം വേണമെങ്കിൽ റെൻറ്റ് കൊടുക്കാം, വേണമെങ്കിൽ ടാക്സി ഓടാം, വേണമെങ്കിൽ എന്തും ചെയ്യാം. അതാണ് നല്ലത്. അല്ലാതെ വെറുതെ ഒരു സാധനങ്ങൾ ഇങ്ങനെയായിട്ട് അധിക പൈസയും വാങ്ങുന്നു, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും സർക്കാർ അതിന് തടയിടുന്നില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും അത് ടൂറിസത്തിൻ്റെ ഭാഗമാണ്, ഈ റെൻ്റ് സംവിധാനങ്ങളൊക്കെ ടൂറിസത്തിന്. അതൊന്നും നിർത്തരുത്, ഒരു കാരണങ്ങളും നിർത്തരുത്. നിർത്തേണ്ടത് ഇതാണ്, ഈ ടാക്സിയും പ്രൈവറ്റും തമ്മിലുള്ള വ്യത്യാസം നിർത്തണം. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറും. ഒറ്റ വാഹനം, ഒറ്റ പെർമിറ്റ്. വേണമെങ്കിൽ ആ വാഹനം സൗകര്യം ഉണ്ടെങ്കിൽ ടാക്സി ഓടാം, ആ വാഹനം സൗകര്യം ഉണ്ടെങ്കിൽ റെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ അത് വാങ്ങുന്നവന് തന്നെ ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അല്ലാതെ ഈ രണ്ട് രീതിയിലുണ്ടാക്കി വിട്ടിട്ട് മറ്റുള്ള സംവിധാനങ്ങളെയും കൂടെ സർക്കാർ സംരക്ഷിക്കാൻ നിൽക്കരുത്. നല്ലൊരു പ്രണയം പോലും വീഴില്ല. എന്താണ് ജോലി, വളഞ്ഞു വരുമ്പോൾ എന്താണ് ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാക്സി ഓടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ അതും കട്ടായി. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ടാക്സി എന്നൊക്കെയാണ് പറയുന്നത്. അതായത് വിദേശികളെ കൊണ്ടുപോകുന്ന ടാക്സി. കഷ്ടമാണെന്ന് നോക്ക്.